वीरं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्योर्मृत्युं नमाम्यहम्. ഹിരണ്യാക്ഷ, ഇതാണ് മാറ്റത്തിനുള്ള സമയം. തങ്ങളുടെ പരമശത്രുവിനെ കുറിച്ചറിയാൻ സമയമായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. അസുരകുലത്തിന്റെ ഒരേ ഒരു ശത്രു വിഷ്ണു. വിഷ്ണുവിനെ സംഹരിച്ച് അവന്റെ ശിരസ് അങ്ങയുടെ കാൽപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കും. എന്നാൽ നീ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് വിഷ്ണുവിനെയാണ്. അവന് നിനക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ നീ അവനേക്കാൾ ശക്തിയുള്ളവനായി തീരണം. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഗുരുദേവ? ബ്രഹ്മദേവനെ ധ്യാനിച്ച് തപസ് ചെയ്യൂ. നിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അല്ലയോ സൃഷ്ടിയുടെ രചയിതാവേ, അടിയന്റെ പ്രണാമം. അവിടുത്തെ വിനീതനായ ദാസൻ മഹാമുനി കശ്യപപുത്രൻ ഹിരണ്യകശിപുവിന്റെ കോടി കോടി പ്രണാമം. നീ അനുഷ്ഠിച്ച കഠിന തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. പറയൂ, നീ ആഗ്രഹിക്കുന്ന വരം എന്താണ്? സർവം. അല്ലയോ ബ്രഹ്മദേവ, ഈ ചരാചരത്തിൽ താങ്കളുടെ സൃഷ്ടിയിലെ ഒന്നിൽ നിന്നും എനിക്ക് മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം നൽകണം. അഹങ്കാരികളായ ദേവന്മാരോ മനുഷ്യരോ ഭൂമിയിലെ പക്ഷിമൃഗാദികളോ പകൽ സമയത്തിലോ രാത്രിയിലോ എന്റെ വസതിയുടെ അകത്തു വച്ചോ അല്ലെങ്കിൽ പുറത്തു വച്ചോ ആയുധം കൊണ്ടോ തന്ത്രം കൊണ്ടോ ജീവനുള്ളവയിൽ നിന്നോ നിർജീവമായവയിൽ നിന്നോ എനിക്കൊരിക്കലും മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം പ്രദാനം ചെയ്ത് അങ്ങനെ അനുഗ്രഹിക്കണം. 3 ലോകങ്ങളുടെയും സർവാധിപൻ ഞാനായി തീരണം. അങ്ങനെ സകല ചരാചരങ്ങളുടെയും ചക്രവർത്തിയാകണം. പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ നിയന്ത്രിച്ച് അഖിലം വാഴുന്ന ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ശക്തിശാലിയായി തീരാനുള്ള വഴി എന്നെ അനുഗ്രഹിച്ച് സർവാധിപതിയാക്കിയാലും പ്രഭോ. ചിരഞ്ജീവിയായിരിക്കുന്നു, അമരനായിരിക്കുന്നു, നാം ഭഗവാനായിരിക്കുന്നു. നാമാണ് സർവത്തിനും അധിപൻ. ഹിരണ്യകശിപുവാണ് ഭഗവാൻ. Shruti
ഹിരണ്യകശിപുവാണ് ഭഗവാൻ. നമ്മുടെ സമീപത്തേക്ക് വരൂ പുത്ര. പ്രണാമം പിതാവേ. ത്രിലോകവും കാൽ കീഴിലാക്കിയിരിക്കുന്ന നമുക്ക് പോരാട്ട വീരത്താൽ വീരഗാഥ രചിക്കുന്നതിനേക്കാൾ സന്തോഷം നമ്മുടെ പ്രിയപുത്രന്റെ സാമീപ്യം തന്നെയാണ്. അസുരകുലത്തിന്റെ ഭാവി നിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഇനിയും പറയൂ, നാം കേൾക്കട്ടെ. ഒരു രാജാവിന്റെ യഥാർത്ഥ കടമ എന്തെന്നാൽ തന്റെ പ്രജകളെ നേർവഴിക്ക് നടത്തി അവരുടെ ജീവിതത്തിൽ ശരണപാത തെളിയിക്കുക എന്നതാണ്. അഖില ബ്രഹ്മാണ്ടം വാഴുന്ന താവായ ഭഗവാനെ ആരാധിക്കുവാൻ പ്രജകളെ പ്രാപ്തരാക്കുക എന്നതാണ്. അതായത് ഭഗവാൻ വിഷ്ണുവിനെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ ഇത്തരം പാപങ്ങളിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ വിഷ്ണുവിനെ കുറിച്ചുള്ള നിന്റെ പാരായണം നാം ഒരിക്കലും പരമാത്മാവായ വിഷ്ണു ഭഗവാനെ ശത്രുവായി കാണുകയില്ല. വിഷ്ണു അവനെന്താടുത്ത മഹിമയുള്ളത്? വിഷ്ണുവിന്റെ മഹിമ എന്താണെന്ന് വെച്ചാൽ അവനൊരു വഞ്ചകനാണ്, കൗശലക്കാരനുമാണ്. ദേവന്മാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സദാ അസുരന്മാരെ നിഗ്രഹിക്കാൻ നടക്കുന്നവൻ. വാസ്തവത്തിൽ അവൻ ഒളിച്ചു നടക്കുന്ന ഭീരുവാണ്. ഭീരുവായവൻ ഭയത്താൽ ഈ ലോകത്തെ തന്നെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. ഈ മൂഢന്മാർക്കൊക്കെ വിഷ്ണുവാണത്രേ ആരാധനാമൂർത്തി. നീ ആ വിഷ്ണുവിന്റെ സേവകനല്ലേ? എങ്കിൽ നോക്കാം, നിന്റെ ഈ അന്ത്യനിമിഷത്തിലെങ്കിലും നീ ആരാധിക്കുന്ന വിഷ്ണു സംരക്ഷിക്കാൻ വരുമോ എന്ന്. ആരെ വേട്ടയാടുമെന്നും ആർക്കിരയാവുമെന്നും ഇന്ന് കണ്ടറിയാം. ആരാണോ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് അവരെയാണ് വിളിക്കേണ്ടത്. അങ്ങിപ്പോൾ ശകാരിക്കുന്നത് ആരെയോ അവിടുന്ന് എല്ലായിടത്തുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്, എങ്ങും വ്യാപിച്ചു കിടക്കുന്നു. അവിടുന്ന് ഈ സഭയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ അസുരനിലും പ്രാണിയിലും തൂണിലും തുരുമ്പിലും വരെ പ്രത്യക്ഷനാണ്. നമോ നാരായണായ മൂഢസന്തതി, ഒരു പോലെ എന്തൊക്കെയാണ് നീ പുലമ്പുന്നത്? കണ്ടില്ലേ, എവിടെയാണവൻ? ഇവിടെയൊന്നും നമുക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. നിന്റെ വിഷ്ണു എല്ലായിടത്തും ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ ഈ തൂണിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ട്. വിഷ്ണു ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നീ കരുതിക്കോളൂ പുത്ര. എന്നാൽ ഈ കാണുന്ന തൂണിൽ അവനില്ല എങ്കിൽ ഇന്ന് ഈ ഹിരണ്യകശിപു ഈ രാജ്യസഭയിലെ എല്ലാവരും കാണേ
നിന്റെ ശിരസ് തുണ്ടം തുണ്ടമായി വിച്ഛേദിച്ചിരിക്കും. നിന്റെ വിഷ്ണു ഭഗവാനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനാകുമെങ്കിൽ അങ്ങനെയാവട്ടെ. നമ്മുടെ ഭക്തനെ സംരക്ഷിക്കാനായി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. അവസാനം നീ പ്രത്യക്ഷപ്പെട്ടുവല്ലേ? നിന്റെ അന്ത്യം നീ തന്നെ ക്ഷണിച്ചു വരുത്തുക. നിന്നെ സംഹരിക്കാനാണ് ഞാൻ അവതാരമെടുത്തത്. എന്തെല്ലാം രൂപങ്ങളാണിത്! ശത്രുവിനെ നിഗ്രഹിക്കാനായി വരാഹമായി വന്ന് ഇപ്പോ സിംഹമായി. നിനക്കൊരു പൂർണ്ണ രൂപമില്ലേ? എന്റെ രൂപം എന്തു തന്നെയാണെങ്കിലും ഇന്ന് സുനിശ്ചിതമായും നീ മുക്തിയോടഞ്ഞിരിക്കും. ആരാണോ തന്റെ വാക്കുകൾ ജീവിതചര്യയാക്കുന്നത് അവനാണ് യഥാർത്ഥ പോരാളി. നടക്കാൻ പോകുന്ന യുദ്ധം പ്രകമ്പനം കൊള്ളിക്കും. എന്തിനാണ് താമസിക്കുന്നത്? നിന്റെ ആയുധമെടുത്ത് എനിക്കെതിരെ പോരാട്. നിന്റെ അന്ത്യമടുത്തു. നീ ഇപ്പോൾ തിരിച്ചറിയുക. അഖില ബ്രഹ്മാണ്ടം വാഴും ചക്രവർത്തിയാണ് നാം. ബ്രഹ്മദേവന്റെ നാഭിയിൽ ജനിച്ചു. നാമാണ് സർവശക്താവ്. നാമാകുന്നു ഭൂലോക രക്ഷകൻ. മൂഢ, നീ കാണുക. നാം മരണമല്ല, നാലുകാലുള്ള മൃഗവുമല്ല. നാമാണ് നരസിംഹം. അസ്തമിക്കുന്ന സൂര്യനെ കാണുക. ഇത് പകലുമല്ല, രാവുമല്ല. നീ ഇപ്പോൾ നിന്റെ കൊട്ടാരത്തിലുമല്ല, ഭീതിയിലുമല്ല. നോക്ക്, നീ നിന്റെ കവാടത്തിന് മുൻപിലാണ്. നീ ഇപ്പോൾ ഭൂമിയിലുമല്ല, ആകാശത്തിലുമല്ല. നീ എന്റെ മടിയിലാണ് കിടക്കുന്നത്. നിന്നെ നിഗ്രഹിക്കാനുള്ള ആയുധം എന്റെ ഈ കൂത്ത നഖങ്ങളാണ്. ഈ നഖങ്ങൾക്ക് ജീവനുമില്ല, എന്നാൽ നിർജീവവുമല്ല.
ഒരാൾക്കേ സാധിക്കൂ. പുത്ര പ്രഹ്ലാദ, നിനക്ക് മാത്രമേ ഭഗവാനെ ശാന്തനാക്കാനാവൂ. ദയവ് ചെയ്ത് ശാന്തനായാലും പ്രഭു. അങ്ങ് കാണുന്നില്ലേ, എല്ലാരും ഭയന്നു നിൽക്കുന്നു. പരമാത്മാവേ, ശാന്തനായാലും. സിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രൗദ്രസിംഹരൂപായ നമോ നമഃ. മൃഗമല്ല